മഴക്കാലമാണ്, വീടിനകത്ത് തന്നെ നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്രോജക്റ്റ് PVC പൈപ്പ് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സേഫ് ആയിട്ടുള്ള ഒരു കയാക്ക്. അപ്പോൾ ഈ കയാക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഡിസൈനിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയഗ്രാംസ്. ടോപ്പിൽ നിന്നുള്ള വ്യൂ, സൈഡിൽ നിന്നുള്ള വ്യൂ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പം നിങ്ങൾക്ക് കാണാവുന്ന പോലെ ടോപ്പിൽ നിന്നുള്ള വ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതൊരു വെറും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. 2 PVC പൈപ്പുകളെ കണക്ട് ചെയ്തുകൊണ്ടൊരു പ്ലാറ്റ്ഫോം. ഇത്രേ ഉള്ളൂ അതിൻ്റെ ഡിസൈൻ. സൈഡ് വ്യൂവിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പൈപ്പുകൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണത് ചെയ്തിരിക്കുന്നത്. 2 അറ്റത്തും അവരെ പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വരെ ആ കയാക്ക് താന്നാലും മുങ്ങിപ്പോകില്ല, പിന്നെ അത് പൊങ്ങി വരും. അപ്പോൾ അതൊരു വളരെ സേഫായിട്ടുള്ളൊരു ഡിസൈനാണത്. ഫ്രണ്ടിൽ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇത് 2 എണ്ണമായിരിക്കും പൈപ്പ്, ഡെക്ക്. പിന്നെ 5 പറയുന്നത് കണക്റ്റിംഗ് റോഡ്. ബേസിക്കലി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പൈപ്പും ഇങ്ങനെ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇതുങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ സെക്ഷൻസ്, അതാണ് 5. അപ്പം 1 പറയുന്നത് 8 ഇഞ്ച് ഡയയുള്ള 4 kg PVC പൈപ്പ് നമുക്ക് 2 എണ്ണം വേണം. 2 ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഡെക്ക്, അതെങ്ങനെ പണിയണം എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. 3 8 ഇഞ്ചിൻ്റെ 45 ഡിഗ്രി കപ്ലിങ്സ് 4 എണ്ണം വേണം. പിന്നെ 8 ഇഞ്ചിൻ്റെ എൻ ക്യാപ്സ്, അതും 4. അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി നോ ഡ്രിൽ ഹോൾസ് ഓൺ ദ പൈപ്പ്സ്. ഈ പൈപ്പിൽ യാതൊരു കാരണവശാലും ഒരു തുളകളും ഇടാൻ പാടില്ല, ഫോർ സേഫ്റ്റി റീസൺസ്. ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പൈപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണ് ഇവിടെ. 8 ഇഞ്ച് ഡയ 4 kg 5 മീറ്റർ നീളമുള്ള 2 PVC പൈപ്പുകൾ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ആദ്യത്തെ പൈപ്പാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് 2 45 ഡിഗ്രി കപ്ലിങ്, 2 എൻ ക്യാപ്പ്, ഒരു നല്ല PVC ഗ്ലൂ, പിന്നെ 1.5 അല്ലെ 2 ഇഞ്ച് കനമുള്ള തെർമോക്കോളിൻ്റെ ഷീറ്റുകൾ. ആ ഷീറ്റുകളിൽ നിന്നും നമുക്ക് 8 ഇഞ്ച് സർക്കിൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റണം. നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന ഷീറ്റുകളായാലും മതി. ഈ സ്കെച്ചിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പൈപ്പിനെ 3 പീസുകളായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ ഈ 2 പൈപ്പുകളിലൂടെ കൂടി മൊത്തം 251.2 കിലോ വെയിറ്റ് എടുക്കും. ആദ്യത്തെ മാർക്ക് 4 മീറ്ററിൽ ഇടുക. 4 മീറ്റർ നീളമുള്ള കഷ്ണവും 2 50 സെൻറ്റിമീറ്ററിൻ്റെ നീളമുള്ള കഷ്ണങ്ങളും നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ മാർക്ക് 4.5 മീറ്ററിലിടുക. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റിലത്തെ മാർക്കിങ്, അതായത് 5 മീറ്ററിൽ മാർക്ക് ചെയ്യുക. 3 മാർക്കുകളും പൈപ്പ് തിരിച്ച് വെച്ച് ഒരു 3-4 പ്രാവശ്യമായിട്ട് ചുറ്റിനും മാർക്ക് ചെയ്യുക. അപ്പം നമുക്കത് വരയ്ക്കാൻ എളുപ്പമുണ്ടാകും, റൗണ്ട്. അപ്പം നമുക്ക് അടുത്ത വേണ്ടത് ഏകദേശം ഒരു 2-3 സെൻറ്റിമീറ്റർ വീതിയിലുള്ള നല്ല സ്ട്രെയിറ്റ് എഡ്ജായിട്ടുള്ള തിൻ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ്. അത് നമുക്ക് ഈ പൈപ്പിൻ്റെ ആ മാർക്ക് ചെയ്തേക്കുന്ന മാർക്കിങ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കട്ടിംഗ് ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ആ മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്നതിലൂടെ 3 കട്ടിംഗ് ലൈനുകൾ വരയ്ക്കുക. പൈപ്പുകളെ കട്ട് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ഹാക്സോയോ, ഒരു ജിക്സോ, പിന്നെ ഒരു ചെറിയ സാൻഡ് പേപ്പറിൻ്റെ ഒരു പീസ്. ആദ്യമേ തന്നെ ആദ്യത്തെ മാർക്കിൽ നമുക്കൊരു
ചെറിയ സ്ലോട്ട് ഹാക്സോ വെച്ചുണ്ടാക്കണം. അത് ആ ജിക്സോയുടെ ബ്ലേഡ് അതിനകത്തോട്ട് കയറത്തക്ക രീതിയിലുള്ള ഒരു സ്ലോട്ട്. ഇങ്ങനെ ആ 3 കട്ടിംഗ് ലൈനുകളിലും ഓരോ സ്ലോട്ട് ഇടുക. അപ്പോൾ സ്ലോട്ട് റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊന്ന് ജിക്സോ കയറ്റാവുന്നത് പോലത്തെ അപ്പോൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആ ജിക്സോയുടെ സ്ലോട്ട് ഇട്ടേക്കുന്നതിനകത്തൂടെ നമുക്ക് ആദ്യത്തെ 4 മീറ്റർ ഒന്ന് കട്ട് ചെയ്താൽ അപ്പോൾ ഇത് കാണാവുന്നത് പോലെ ഈ ഹാക്സോ കൊണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ എഡ്ജ് ഭയങ്കര റഫായിട്ടിരിക്കും. അതേസമയം ജിക്സോ ആണെങ്കിൽ കുറേ കൂടെ നല്ല സ്മൂത്താണ്. പിന്നെ ആ പരിപാടി എളുപ്പമുണ്ട് കട്ടിങ്. അപ്പോൾ ഇങ്ങനെ റഫായിട്ടിരിക്കുന്നത് എഡ്ജുകൾ ഒന്ന് ഈ സാൻഡ് പേപ്പറിൻ്റെ പീസ് വെച്ചൊന്ന് സാൻഡ് ചെയ്യും. അങ്ങനെ ആ 3 പീസുകളും റെഡി ആയിട്ടുണ്ട്. ഇനി അവരെ ഒട്ടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്.